ഈ വാഹനങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ജീവിതത്തിൽ ഒരിക്കലും വെറുതെ കിട്ടിയ പോലും ഈ വാഹനങ്ങൾ എടുക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ഇവരെ വാഹനം എടുക്കുന്നത് ഉപ്പ് വെള്ളത്തിലാണ്. നമ്മുടെ കടലോര പ്രദേശത്ത് ഉപ്പ് കാറ്റടിച്ചാൽ തന്നെ വാഹനങ്ങൾ ദ്രവിച്ചിട്ട് തുരുമ്പിടിച്ചിട്ട് ഒന്നും കൊല്ലാത്ത അവസ്ഥയോ, ഒരു നെറ്റ് ബോട്ട് കഴിക്കാനോ ഒന്നും ഇങ്ങനെ കഴിയില്ല. ചില ആൾക്കാർ മാക്സിമം 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം ഉപയോഗിച്ചിട്ടുള്ള വണ്ടി സ്ക്രാപ്പിന് ഇട്ട് നടക്കാറുണ്ട്. കാരണം ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ അറിവില്ലായ്മ കൊണ്ട് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ വന്നിട്ട് വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിലാണ് കിടക്കുന്നത്. കാരണം ഇത് പുഴയല്ല, കടലാണ്. കടലിൽ ഉപ്പ് വെള്ളമാണ്. ഇത് തട്ടിക്കാൽ വാഹനത്തിൻ്റെ പിന്നെ അടിഭാഗത്ത് മൊത്തം ദ്രവിച്ചിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയാവും. ഈ ഒരു കണ്ടീഷനിൽ ഞാനിപ്പോൾ ഇട്ട പോലത്തെ വീഡിയോയിൽ ഇതിനെക്കാട്ടിയും ഭയാനകരമായിരിക്കും ഇതിൻ്റെ അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബീച്ചിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരിക്കലും ബീച്ചിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ബീച്ചിലേക്ക് ഒരിക്കലും വാഹനങ്ങൾ ഇറക്കാതിരിക്കുക. നോർമലി ബീച്ചിലേക്ക് ഇറക്കിയാൽ തന്നെ വണ്ടി ഫുൾ അണ്ടർ വാഷ് ചെയ്യുക. അണ്ടർ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ മണൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായൊരു മണലാണ്. പെട്ടെന്നൊന്നും റിമൂവ് ആയി പോകില്ല. വണ്ടീൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചില്ലെങ്കിൽ വണ്ടീൻ്റെ ഉള്ളിൽ അയക്കാൻ. അപ്പോൾ മാക്സിമം നിങ്ങൾ ബീച്ചിലേക്കെല്ലാം വണ്ടി ഇറക്കിയാൽ വാഷ് ചെയ്യാൻ നോക്കാം. പിന്നെ വെള്ളത്തിൽ ഇറക്കാതിരിക്കുക. അത് ഈ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരുപാട് ആൾക്കാർ അറിവില്ലായ്മ കൊണ്ട് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ വന്നിട്ട് വെള്ളത്തിലിറക്കിയിട്ട് ഒരു ആ നേരത്തെ ഒരു സന്തോഷമാണ്. പക്ഷേ ആ വാഹനം ഒരു വർഷം 2 വർഷം കഴിയുമ്പോഴേക്കും ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അടിഭാഗത്ത് ഒന്നും തന്നെ ഉണ്ടാവില്ല. എല്ലാം നശിച്ചിട്ട് തുരുമ്പ് പിടിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഇതുപോലത്തെ ഇൻഫർമേഷൻ വീഡിയോസും എൻ്റെ ചാനലിലുണ്ടാവും. ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തോ, ഷെയർ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഓക്കെ.